ഗേറ്റിൻ്റെ മുകളിലുള്ള ഈ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, കണ്ടാൽ തുരുമ്പ് പിടിച്ച പോലെ തോന്നുന്നുണ്ട്. സംഭവം അത് പെയിൻറ്റ് അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് തുരുമ്പാവില്ല കേട്ടോ. തുരുമ്പല്ല, അതൊരു പ്രത്യേക രീതിയിലുള്ള ഒരു ഷീറ്റാണ്. തുരുമ്പ് പിടിക്കാത്ത രീതിയിലുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു ഷീറ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു മോഡൽ, നല്ലൊരു മോഡൽ, ചെറിയൊരു സിമ്പിൾ, വളരെ സിമ്പിൾ മതിലാണെങ്കിലും നല്ലൊരു മുന്നിൽ നിന്ന് കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു മതിലാണ്. ഈ ഒരു വീടിനോട് യോജിപ്പിക്കുന്ന രീതിയിലൊരു നാച്ചുറൽ ലുക്ക് കിട്ടുന്ന രീതിയിലുള്ള നല്ലൊരു മതിലും. ഇവിടെ നമുക്ക് കയറാൻ വേണ്ടിയിട്ട് 2-3 സ്റ്റെപ്പോട് കൂട്ടിയിട്ട് താന്തൂർ സ്റ്റോണൊക്കെ പതിച്ചിട്ടുള്ളൊരു സ്റ്റെപ്പോട് കൂട്ടിയിട്ടുള്ളൊരു 3 സ്റ്റെപ്പ് വരുന്നുണ്ട്. 2 പില്ലർ നല്ല റഫ് ടൈപ്പ്, നല്ല ഡാർക്ക് പെയിൻറ്റ് അടിച്ചിട്ടുള്ള 2 പില്ലറുകൾ വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ഗേറ്റും. അപ്പോൾ നമ്മൾ വീടിൻ്റെ മുറ്റത്തേക്ക് എത്തുമ്പോൾ മുറ്റത്ത് ഇതാ അവിടെ താന്തൂർ സ്റ്റോണാണ് കുറച്ച് ഈ ഒരു മുൻഭാഗത്ത് കുറച്ച് പതിച്ചിട്ടുള്ളത്. ഇവിടെ ഗാർഡനും കാര്യങ്ങളും പുല്ലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നല്ല ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത പറയുമ്പം ഈ വീട് മൊത്തം നാച്ചുറൽ സ്റ്റോണാണ് കേട്ടോ. അതായത് നമ്മളെ ചെങ്കല്ലുകൊണ്ടാണ് പടവ് ചെയ്തിട്ടുള്ളത് മൊത്തമായിട്ട്. ഇതിൻ്റെ ബീമും ലിൻഡലും വരുന്ന ആ ഭാഗത്തൊക്കെ ഇതുപോലെ ഗ്ലാഡിങ് ചെങ്കല്ലിൻ്റെ ഇതുപോലെ ടൈല് വാങ്ങാൻ കിട്ടും. ഈ ഒരു ടൈല് നമ്മളെ ഈ ഒരു ബീം വരുന്ന ഭാഗങ്ങളിലൊക്കെ ഒട്ടിച്ചിട്ട് ഇവിടെ നോക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് കല്ല് കാണുന്ന രീതിയിൽ നല്ല സെറ്റ് വീട്, സൂപ്പർ വീടാണ്. പുറമേ നിന്ന് കാണുമ്പോഴും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴും ഇതിലേറെ നല്ല സെറ്റാണ്. ഹായ്, നമസ്കാരം. അപ്പോൾ നമ്മളെ ഈ ഒരു വീടിൻ്റെ പണി നടക്കുന്ന സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ അന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീടിൻ്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അടിപൊളി സെറ്റ് സൂപ്പർ വീട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ട് താമസം മാറിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഈ ഒരു വീടിൻ്റെ വിശേഷം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഒരു ചുറ്റുഭാഗം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ വീടിൻ്റെ പേര് ഇതാ ഹരിതം. അപ്പോൾ ഈ വീട് അധ്യാപകരായ നിശാന്ത് രമ്യ ദമ്പതികളുടെ വീടാണ് കേട്ടോ. അപ്പോൾ നിശാന്ത് മാഷ് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. മാഷേ, അപ്പോൾ നമസ്കാരം. അപ്പോൾ ഈ വീട് ഒന്ന് കാണാൻ വന്നതാണ്. നമ്മളെ പ്രേക്ഷകർക്ക് ഈ വീടിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നല്ല ഒരു വെറൈറ്റി സൂപ്പർ വീടാണല്ലോ. നമ്മളെ ഈ ഒരു നാട്ടിൽ ഇതുപോലത്തെ ഒരു വീടേ ഇല്ലാന്നല്ലേ പറയാം. അപ്പോൾ നമ്മളൊരു സിറ്റ് ഔട്ട് തന്നെ തുടങ്ങാം. ഇവിടെ ഇപ്പോൾ ഈ തറക്കിങ്ങൾ ഇതെന്താ സംഭവം? ടൈലല്ലത്, ഇത് പ്യുവർ ക്ലേ ആണ് അല്ലേ? പ്യുവർ ക്ലേ ആണ്, ഇമ്പോർട്ടഡ് ടൈപ്പാണ് ആണല്ലേ. അതുകൊണ്ട് ഏത് കാലാവസ്ഥയും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ മൊത്തം പിന്നെ ക്ലേ അല്ല ഉപയോഗിച്ചത്. ഒന്നിവിടെയും പിന്നെ ഉള്ളിൽ ഒന്ന് രണ്ട് സ്ഥലത്തും ഇതുപോലത്തെ ക്ലേ ആണ് ഉപയോഗിച്ചത്. ബാക്കിയൊക്കെ ടൈലാണ് ഉപയോഗിച്ചത്. ബാക്കി ടൈൽസാണ്. ഈ വീട് മൊത്തം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? 2300 സ്ക്വയർ ഫീറ്റ്. നല്ല രീതിയിൽ തന്നെ ഈ കല്ല് കാണുന്ന രീതിയിൽ ഇതിൽ മെറ്റീരിയൽ ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് നിങ്ങൾ വെച്ചിട്ടുള്ളത്. ഞാൻ വീട് മൊത്തമായിട്ട് ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ ചെയ്തു. സീലിംഗ് ഒക്കെ ഈ രീതിയിൽ. ഇത് ഡ്രസ് വർക്ക് ചെയ്ത്, ഡ്രസ് വർക്കിന്റെ മുകളിൽ ഓടും, അതിന്റെ താഴെ സീലിംഗ് ചെയ്ത്. ബാക്കി ഇവിടെയൊക്കെ താഴെ നല്ല ഫുള്ള് കോൺക്രീറ്റ് വരുന്നത്, മുകളിൽ ഡ്രസ് വർക്ക് അല്ലേ? ഡ്രസ് വർക്ക്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ചൂടത്തൊക്കെ? നല്ല ഒരു തണുപ്പ് കിട്ടുന്നുണ്ടോ? നല്ല ആൾക്കാർ വരുമ്പോൾ ഒരു പറയുന്നുണ്ട്. കല്ല് ഫുള്ള് ചെങ്കല്ലുമാണ്. ഈ രീതിയിൽ ഡ്രസ് വർക്കൊക്കെ ചെയ്ത് ചെയ്യുമ്പോൾ കുറച്ച് ചൂട് കുറയും അല്ലേ? എക്സ്പോസ്ഡ് ആയ രീതിയിൽ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇത് മരമാണ്, മൊത്തമായിട്ട് മരമാണോ? ആണല്ലേ, തെങ്ങാണ് അല്ലേ? അത് ഇരുമ്പിന്റെ ഫ്രെയിമിൽ ഫിറ്റ് ചെയ്താണ് അല്ലേ? അപ്പൊ ഇരിക്കാൻ ഒരു പ്രത്യേക ടൈലുമിൽ ഇരിക്കണല്ലോ, മരത്തുമ്മിൽ ഇരിക്കുമ്പോൾ വേറെ ഒരു ഫീൽ. പിന്നെ അപ്പം മെയിൻ ഡോർ എന്ന് പറയുമ്പോൾ അതാണ് അത്യാവശ്യം നല്ല കുറച്ച് ഉയരം കൂടുതലായിട്ടുണ്ട് അല്ലേ? മെയിൻ ഫസ്റ്റത്തെ ഡോർ WPC. സംഭവം WPC പറയുമ്പോൾ മരത്തിന്റെ ഒരു വേറെ മോഡലാണ്. പക്ഷെ മരമല്ല, പക്ഷെ തീപിടിക്കില്ല, കാലാവസ്ഥയൊന്നും പ്രശ്നമല്ല. അല്ല, ഹാർഡായിരിക്കും. ഇഷ്ടമുള്ള കളർ കിട്ടും. കളർ കൊടുക്കാം. അപ്പൊ ഇതാണ് ഇതിന്റെ കളർ വന്നിട്ടുള്ളത്. ഗ്രീൻ കളറാണ് കൊടുത്തത്. ഹരിതം എന്ന് പറയുന്നതുകൊണ്ട് ഹരിതം ഇതാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ നല്ല രസമുണ്ട്. ഇത് വൈറ്റ് ഇത് ഗ്രീൻ ആയിട്ട് നല്ല മെയിൻ ഡോറ്, നല്ല 2 പുള്ളിയായിട്ട് 2 ഡോർ ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഇത് അവിടെ ഇതൊരു ലിവിങ് ആയിരിക്കും അല്ലേ? ലിവിങ്. ഇവിടെ കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. ഇവിടെ അത്യാവശ്യം നല്ല ഒരു ഈ കുഷ്യനൊക്കെ ചെയ്തിട്ട് ഈ കയറി വരുന്ന ഭാഗത്ത് തന്നെ ഒരു ലിവിങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ വരുന്ന സമയത്ത് ഇവിടെ ഈ ഒരു സൈഡിൽ ഡൈനിങ് ഏരിയ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ മൊത്തമായിട്ട് ഓപ്പൺ കിച്ചൺ ആട്ടോ വരുന്നത്. അതുപോലെ തന്നെ ബെഡ്റൂമൊക്കെ വരുന്നത് ആ ഒരു സൈഡിലാണ്, അപ്പുറത്തെ സൈഡിലാണ് നമ്മൾ ബെഡ്റൂമൊക്കെ വരുന്നത്. അപ്പോൾ മാഷേ ഡൈനിങ് ടേബിൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. മുകളിൽ നല്ലൊരു ഡാർക്ക് നല്ലൊരു കളർ. ഇത് മരമാണില്ല, മൊത്തമായിട്ട് മരമാണല്ലേ? ഇമ്പോർട്ടഡ് ഫർണിച്ചറാണ്. സൈഡിലൊരു പിന്നെ ബെഞ്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബെഞ്ച് ഒരു കുഴി വരുന്നുണ്ട് അല്ലേ? ഇരിക്കാൻ വളരെ കംഫർട്ടാണ് ഇരിക്കാൻ. ശരിയാണ്, പ്രത്യേകത. പിന്നെ ഈ ഒരു ഫ്ലോറിന്റെ അതേ കളർ തന്നെയാണല്ലോ ഇതിനൊക്കെ കൊടുത്തിട്ടുള്ളത്. ചെയറിനും ബെഞ്ചിനും ഒക്കെ ഇതിന്റെ കാല് വരെ അതേ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓവർ വലുപ്പമില്ല. ഈ ഒരു ഏരിയയിലേക്ക് വന്ന ഈ ഒരു 4-5 ആൾക്ക് ഇരിക്കാൻ പറ്റിയ നല്ല രീതിയിലുള്ള. പിന്നെ ഇതിന്റെ സീലിംഗ്
വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അതാണ് ഇപ്പൊ ഒരു കോട്ടിംഗ് ഇല്ല, ഒരു ക്ലിയർ കോട്ടിംഗ് നടത്തിയിട്ടുള്ളൂ. തേക്കാതെ നമ്മള് കോൺക്രീറ്റ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ അല്ലേ? കോൺക്രീറ്റ് മാത്രമുള്ള രീതിയിലാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹാൻഡ്മെയ്ഡ് ഒരു ബാംബുവിന്റെ ഒരു മോഡലാണ്. പിന്നെ 2 വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടും നമ്മുടെ UPVC ചെയ്താണ്. ഗ്ലാസ് ടഫൻ ഗ്ലാസ് ആണ്. പിന്നെ നല്ലൊരു കർട്ടൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ ഈ ഒരു ഏരിയ നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ് ഏരിയ, നമ്മൾ ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് നേരെ വരുന്ന സമയത്ത് ഇവിടെ ഹാൻഡ് വാഷ് ഏരിയ ഇവിടെയാണ് വരുന്നത്. നല്ലൊരു അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഹാൻഡ് വാഷ് ഏരിയ ഇവിടെ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ഹാൻഡിക് ലുക്ക് കിട്ടുന്ന രീതിയിലുള്ള നല്ലൊരു ഹാൻഡ് വാഷ് ഇവിടെ ഈ വെള്ളം ഈ രീതിയിൽ വരുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു പിച്ചളയിലാണ് കേട്ടോ ചെയ്തത്. ഒരു നല്ലൊരു മിറർ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഈ ഒരു ലൈറ്റ് നല്ലൊരു ലൈറ്റ് ഇതിലേക്ക് വരുന്ന രീതിയിൽ ഒരു പിച്ചളയുടെ ഒരു ഫ്രെയിമിൽ വെച്ച് ചെയ്തിട്ടുള്ള നല്ലൊരു ഹാൻഡ് വാഷ് ഏരിയ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ അതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ ഇവിടെ ഒരു ഓപ്പൺ കോർട്ട്യാർഡ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു ഡോർ ചെയ്തിട്ടുണ്ട്. ഈ ഗ്ലാസ് ഒക്കെ ടഫൻ ഗ്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്പൺ കോർട്ട്യാർഡ്, നല്ല രീതിയിലുള്ള ഒരു ഓപ്പൺ കോർട്ട്യാർഡ്, ഇവിടെ ഒരു ചെങ്കല്ലിൻ്റെ ബെഞ്ച് ടേബിളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ഇവിടെ ഇരിക്കാനൊക്കെ നല്ല ഒരു സുഖമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ജാളി വർക്ക് ഇവിടെ ചെറിയ രീതിയിൽ ജാളി വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് മരങ്ങളൊക്കെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ നല്ലൊരു ഓപ്പൺ കോർട്ട്യാർഡ് ഇവിടെ ഈ ഒരു വീടിൻ്റെ ഈ ഒരു സൈഡിൽ ഓപ്പൺ കോർട്ട്യാർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ ഉള്ളിലും ചില ചുമരുകളിലൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ ഇവിടെ കല്ല് കാണുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി അപ്പുറം ഉള്ള ചുമരൊക്കെ നമ്മൾ തേച്ച് നല്ല ഫിനിഷായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ നാനോ വൈറ്റ് ടൈലൊക്കെ ഒട്ടിച്ചിട്ട് ഇവിടെ കുറച്ച് ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഹാൻഡ് വാഷിൻ്റെ ഈ ഒരു ചുമര് വരുന്ന ഈ ഒരു സൈഡിൽ. ഇതിൻ്റെ അപ്പുറത്ത് വരുന്നത് കിച്ചണാണ്. അപ്പോൾ ഈ വീട്ടിലെ കിച്ചൺ എന്ന് പറയുമ്പോൾ ഓപ്പൺ ആയിട്ടുള്ള കിച്ചൺ, ഓപ്പൺ കിച്ചൺ കേട്ടോ. ഈ ഒരു കിച്ചണിൽ നമുക്ക് എല്ലാ ഭാഗത്തേക്കും കാണാൻ പറ്റും. സിറ്റൗട്ടിക്ക് വരെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഓപ്പൺ കിച്ചണിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ആധുനിക രീതിയിലുള്ള നല്ലൊരു കിച്ചണാണ് വരുന്നത്. അപ്പോൾ മാഷ കിച്ചൺ എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ തുടങ്ങാം അല്ലേ? ഒരു ബാർ കൗണ്ടറൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റൂള് ചെയ്തിട്ടുണ്ട്. ബാംബു ഹാൻഡ്മെയ്ഡ് ആണല്ലേ? നല്ല വലിയൊരു ഫ്രിഡ്ജ് തന്നെയാണല്ലോ ചെയ്തിട്ടുള്ളത്, സാംസങ്ങിന്റെ അല്ലേ? സൈഡ് ബൈ സൈഡ് ആയിട്ടുള്ള വലിയൊരു ഫ്രിഡ്ജ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഗ്യാസ് അടുപ്പ്, ചിമ്മിനി, പാത്രം കഴുകണ സിങ്കൊക്കെ വെറൈറ്റി തന്നെ വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതാ ഈ മോഡൽ, ഇപ്പോഴത്തെ മോഡൽ എല്ലാ സംഭവങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സ്വിച്ച് എവിടെ വരുന്നത്? പക്ഷേ ഇതല്ലേ? പിന്നെ ഇതിലാണ് വരുന്നത്. പിന്നെ ഈ വെറൈറ്റി. പിന്നെ ഗ്ലാസ് കഴുകുന്ന അതില്ലേ? ഇതിലാ ഗ്ലാസ് കഴുകുന്നത്. പിന്നെ ഇതിന്റെ ഡിസ്പെൻസർ വരുന്നത് വാഷ് ചെയ്യാനുള്ള. അതിന്റെ ഓക്കെ. അപ്പൊ നല്ല പുതിയ മോഡല് സിങ്ക് തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലെങ്ങനെ വെള്ളം വരിക? അങ്ങനെ ഓക്കെ. മാഷേ ഈ സിങ്ക് എത്ര വരുന്നുണ്ട്? ഇതിന്റെ കോസ്റ്റ് എത്ര വരുന്നുണ്ട്? അത് പ്ലംബർ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു 15,000 അടുത്ത് 15,000 രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഒരു നല്ലൊരു സിങ്ക് വെക്കാൻ ഏകദേശം ഒരു 15,000 രൂപേൻ്റെ അടുത്തായിട്ട് വരും. അപ്പോൾ ആ ഒരു സിങ്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഇത്രയും സ്ഥലത്ത് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അടിയിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പ്രസ്സിംഗ് ആയിട്ടാണ് വരുന്നത്. എല്ലാം പ്രസ്സിംഗ് ആണല്ലേ? ഓക്കെ. പിന്നെ നമുക്ക് അത് കൂടുതൽ കുറച്ചുകൂടി എളുപ്പമാണ്. പ്രസ്സിംഗ് ആകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് വരുന്നത്. അപ്പോൾ നാനോ വൈറ്റിന്റെ ടൈല് മുകളിൽ ടോപ്പിൽ നാനോ വൈറ്റിന്റെ ടൈല് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് ഒരു അടുക്കളയും കൂടി വരുന്നുണ്ട് അല്ലേ? അത് വർക്ക് ഏരിയ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഡോറ് WPC ഡോർ ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ഫുള്ളായിട്ട് ഇത് വലിയ ഓരോ പീസ് ആവില്ലേ ഗ്ലാസ്? പീസ് ഗ്ലാസ് ചെയ്തിട്ട് നല്ല രസം കേട്ടോ. ഇവിടെ നിന്ന് കാണാനും പറ്റും, അപ്പുറത്തേക്ക് വർക്ക് ഏരിയയിലേക്ക് കാണാനും പറ്റുന്ന രീതിയിലുള്ളൊരു ഡോർ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ ഒരു വർക്ക് ഏരിയയിൽ നല്ല രീതിയിലുള്ള വർക്ക് ഏരിയയാണ്. നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയ ആയാലും നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഒരു അത്യാവശ്യം വലിയൊരു സിങ്ക്, അടുപ്പ്, സ്റ്റോറേജ് സ്പേസ് എല്ലാം ഉണ്ട്. ഇവിടെ നിന്നായിരിക്കും മാഷെ കൂടുതൽ ഉപയോഗം അല്ലേ? ഇവിടെ ഇതെന്താ ഈ ഒരു ഏരിയ എങ്ങനെയാ വരുന്നത്? സ്റ്റോറേജ് സ്പേസ് ആണ്. ഓക്കെ. അവിടെ ഒരുപാട് സ്റ്റോറേജ്, ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതിലും ഇവിടെ നമ്മളെ പാത്രങ്ങളൊക്കെ വെക്കുന്ന രീതിയിലുള്ള ഷെൽഫുകളൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ കൂടുതൽ ഉപയോഗം നിങ്ങൾ ഉപയോഗിക്കുന്നത് വലിയ അടുക്കളയായിരിക്കും അല്ലേ? അവിടേക്ക് വല്ലാതെ ഉപയോഗിക്കുന്നത് ഇതാണ് അല്ലേ? അപ്പോൾ അത് നല്ലൊരു ഇത്. പിന്നെ ഇവിടെ ഇതെന്താ വരുന്നത്? ഇവിടെ ഒരു സ്റ്റോർ റൂം, ചെറിയൊരു സ്റ്റോർ റൂം. അത് മറ്റേ വാഷിംഗ് മെഷീൻ ഇവിടെയാണ് വെച്ചത് അല്ലേ? അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ പെട്ടെന്ന് റഫ് ഉപയോഗത്തിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ.
പിന്നെ ഇത് ബാക്കിലേക്കുള്ള ഡോറാണ് വരുന്നത്. ഈ ഡോറ് മരത്തിലാണോ മാഷ ചെയ്ത്? ഇതൊക്കെ WPC ആണ്. ഒക്കെ WPC. മരത്തിന്റെ ഉപയോഗം ഇവിടെ ഇല്ലല്ലോ അല്ലേ? ഇല്ല, മരം നമ്മൾ പരമാവധി കുറച്ച്. ഇതും ഇതിന്റെ ഫ്രെയിമും വരുന്നത് WPC. WPC, UPVC, വിൻഡോ ഒക്കെ UPVC, ഡോറൊക്കെ WPC. മരം ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്. നല്ല ക്വാളിറ്റി മരം കിട്ടണം. അതേപോലെ നമ്മൾ ഈ മഴക്കാലത്തൊക്കെയുള്ള മരം എക്സ്പാൻഡ് ചെയ്യല്ലോ. WPC വലിയ പ്രശ്നം വരുന്നില്ല. അതേപോലെ ഫയറിന് പ്രശ്നമില്ല, അതൊന്നും വിഷയമല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഉള്ള മരം പരമാവധി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വേണ്ടിയിട്ട് ഒരു മരം മുറിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഒറ്റ ഏരിയയിൽ തന്നെ നമ്മൾ ഡൈനിങ് ഏരിയയും കിച്ചണും എല്ലാം ഈ ഒരു പിന്നെ ഹാൻഡ് വാഷ് ഏരിയ ഒക്കെ ഈ ഒരു ഏരിയയിൽ തന്നെ വന്നുകൊണ്ട് തന്നെ നല്ലൊരു സൗകര്യം ഇവിടെ വരണം കേട്ടോ. നല്ലൊരു സൗകര്യത്തോടു കൂടി വിശാലമായിട്ട് നമുക്ക് ഇവിടെ പെരുമാറാൻ പറ്റുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ഇത്തിരി സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ? ഇതായിരിക്കും പൂജാമുറി. അപ്പോൾ ഇവിടെയാണ് സ്റ്റെയർ വരുന്നത്. ഈ സ്റ്റെയറിൻ്റെ ഇപ്പുറത്തൊരു റൂം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു റൂം വരുന്നുണ്ട്. 2 റൂമാണ് ഈ വീടിൻ്റെ താഴെ നിലയിൽ വരുന്നത്. 2 റൂമിൽ ഈ റൂമാണ് മാസ്റ്റർ ബെഡ്റൂമായിട്ട് വരുന്നത്. ഇതാ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഈ ഒരു ചുമര് മൊത്തമായിട്ട് ചെങ്കലിൻ്റെ ഗ്ലാഡിങ് ടൈൽ ഒട്ടിച്ചിട്ട് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ റൂം വേറെ ലെവൽ തന്നെയാണ്. നല്ല അത്യാവശ്യം സൗകര്യമുള്ളൊരു നല്ലൊരു ബെഡ്റൂമാണ് ഇത് വരുന്നത്. ബാത്റൂം അറ്റാച്ച്ഡാണ്. വാൾഡ്രോപ്പൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയയും വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് സ്റ്റെയർകേസ്. ഇത് മാഷ എന്താണ്? ഇരുളിൻ്റെ പലകയാണ്. അപ്പം നല്ല മരം. അപ്പോൾ ഇത് മരമാണ് അല്ലേ? സ്റ്റെയർകേസിൻ്റെ മരം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അടിയിൽ ഒരു ഇരുമ്പിൻ്റെ ഫ്രെയിമാണ്. ഇരുമ്പിൻ്റെ ഫ്രെയിമാണ്. അപ്പോൾ ഇവിടെയും താഴെ ചെയ്ത അതേ ടൈൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ മാഷ? മൊത്തമായിട്ട് താഴെ മുകളിലൊക്കെ ഈ ടൈൽ തന്നെയാണ് ചെയ്തത് അല്ലേ? ഇത് ഏതാ ടൈൽ വരുന്നത്? സാധാരണ വലിയ കോസ്റ്റൊന്നുമില്ലാത്ത സാധാരണ മോഡൽ ടൈല്. അപ്പോൾ മുകളിൽ ഒരു ബെഡ്റൂം അല്ലേ വരുന്നത്? മുകളിൽ ഒരു ബെഡ്റൂം, നല്ലൊരു ബെഡ്റൂം ഇവിടെ മുകളിൽ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറി വെക്കാം നമുക്ക്. ബെഡ്റൂമിലേക്ക് കയറുക. ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. നല്ല സൗകര്യമുള്ള റൂം. ഇതിൻ്റെ റൂഫ് വരുന്നത് A മോഡലാണ് കേട്ടോ. അത് ഡ്രസ് വർക്ക് ചെയ്ത് ഓടിട്ടതാണ്. മാഷ ഇത് മോളെ റൂം ആയിരിക്കും അല്ലേ? കുറച്ചുകൂടി പതിഞ്ഞ രീതിയിലുള്ള ബെഡാണ് വരുന്നത്. ഹൈറ്റ് ഇല്ലാത്ത രീതിയിലുള്ള ബെഡാണ് വരുന്നത്. പുറത്തേക്കൊക്കെ നല്ല കാഴ്ച കിട്ടുന്ന രീതിയിലാണ് അല്ലേ? ഗ്രിൽസ് ഇല്ലാത്ത വിൻഡോ. ഗ്രിൽസ് ഇല്ല. മറ്റേ ഗ്ലാസ് ഒക്കെ നല്ല ടഫൻ ഗ്ലാസ് ആണല്ലോ അല്ലേ? വാൾഡ്രോബ് എല്ലാ റൂമിലും പോലെ ഇവിടെ മുകളിലത്തെ റൂമിലും ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ടുണ്ട് റൂം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹോം തിയേറ്റർ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കയറി നോക്കാം. അടിപൊളി സെറ്റ്. അപ്പോൾ നല്ല സെറ്റ് ഹോം തിയേറ്റർ കേട്ടോ. അപ്പോൾ ഇതിലൊരു 5-10 ഇരിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ? 5-10 ഇരുന്നിട്ട് സിനിമ കാണുന്ന രീതിയിലുള്ള നല്ല കിടക്കാൻ പറ്റൂലേ മാഷേ? ഇതുപോലത്തെ അത്യാവശ്യം സൗകര്യമുള്ളൊരു ഹോം തിയേറ്റർ ആണല്ലോ. ഇതുപോലത്തെ ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാൻ ഏകദേശം എത്ര കോസ്റ്റ് വരും? ഏകദേശം കോസ്റ്റ് കുറവാണ്. 5 lakhs ആണ്. 5 lakhs കൊണ്ട് ഇത് കഴിഞ്ഞിട്ടല്ലേ? അപ്പോൾ കുടുംബസമേതം ഒരു സിനിമയൊക്കെ കാണുന്നെങ്കിൽ തിയേറ്ററിൽ പോകണ്ട, അതേ ഫീൽ ഇവിടുന്ന് കിട്ടും. നല്ല എഫക്റ്റ് ആണ്. ഒരു 10ഓളം സ്പീക്കർ ഉണ്ട്. ഡോൾബി സിസ്റ്റം ആണോ? ഡോൾബി DTS ആണ്. DTS. അപ്പോൾ വീടുകളിൽ പറ്റുകയാണെങ്കിൽ ഇതുപോലെ അല്ലേ, ഇതുപോലത്തെ ഒരു ഹോം തിയേറ്റർ ഒക്കെ സെറ്റ് ചെയ്താൽ നന്നായിരിക്കും. ഇൻ ടൈം അവരാണ് വടകര അല്ലേ? ആ ഹോം തിയേറ്റർ കഴിഞ്ഞിട്ട് ഈ ഒരു ഇത്ര ഏരിയ ഇവിടെ നല്ലൊരു ഏരിയ ആണ്. പുറത്തേക്കൊക്കെ നല്ല കാഴ്ച കിട്ടുന്നുണ്ട്. ഇവിടുന്ന് താഴെ ആ പോണ്ട് വരെ ഇവിടുന്ന് കാണാൻ പറ്റും. നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത്. നല്ല ഇവിടെയൊക്കെ ഇരുന്നാൽ സമയം പോകുന്നത് അറിയില്ല അല്ലേ? ഇതിലൊക്കെ ഈ ഒരു ചെയർ നല്ല കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെയറാണ്. നല്ല ഒരു ചെയർ. പിന്നെ ഇതെന്താ ലൈബ്രറിയാണ് പക്ഷേ? ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട്. പിന്നെ അപ്പുറത്ത് ഒരു ബാൽക്കണി. അവിടെ കുറച്ചൊരു ഓപ്പൺ ഏരിയ അവിടെ വരുന്നുണ്ട്. നമ്മളെ കോട്ടയാടിലേക്കുള്ള വഴി ഇതിലൂടെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നല്ലൊരു പച്ചപ്പുള്ളൊരു ഏരിയ ആണ് ഈ ഒരു ഭാഗം വരുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ വീടിൻ്റെ ഇപ്പുറത്തെ സൈഡ് വരുന്നത്. ഇങ്ങനെയാണ് ഈ സൈഡ് വരുന്നത്. അപ്പോൾ മാഷേ നല്ല വീട്, നല്ല വെറൈറ്റി ആയിട്ടുണ്ട് വീടൊക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. നിങ്ങൾ ഈ വീടിനെ പറ്റി എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലെ നല്ല വീടുകളുമായിട്ട് നമ്മൾ വീണ്ടും അടുത്ത വീഡിയോകളിൽ വരുന്നതാണ്. അപ്പോൾ മാഷേ ഞങ്ങൾ പോട്ടെന്നാൽ. ഓക്കെ, വീണ്ടും കാണാം. ബായ്.